ബ്രിക്സ് രാജ്യങ്ങൾക്ക് മേൽ ഉപരോധമോ 10% അധിക തീരുവയോ ചുമത്തുമെന്ന ട്രംപിന്റെ ഭീഷണിക്ക് മോദിയും പുടിനുമാകട്ടെ ഒരേ സ്വരത്തിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഒരേ നയത്തിൽ മറുപടി നൽകിയിരിക്കുകയാണ്. ഉപരോധം കൊണ്ടുവന്നാൽ ഒറ്റക്കെട്ടായി തന്നെ ചെറുക്കും. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, സൗദി അറേബ്യ, ഇറാൻ, എത്യോപ്യ, ഈജിപ്ത്, UAE തുടങ്ങിയ രാജ്യങ്ങളാണ് ബ്രിക്സിലുള്ളത്. ത്രിമൂർത്തികൾ ഒന്നിച്ചുകൊണ്ട് ട്രംപിനുള്ള കരുക്കൾ നീക്കി തുടങ്ങിയിരിക്കുകയാണ്. SCO ഉച്ചകോടിക്കായി തന്നെ ചൈനയിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ട്രംപിനെതിരെ ശക്തമായ ഭാഷയിൽ ആഞ്ഞടിച്ചാണ് രംഗത്ത് വന്നത്. ട്രംപിന്റെ ഒരു വിളച്ചിലും ഇവിടെ ഇനി ചിലവാകില്ല. ബ്രിക്സ് രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയെ തകർക്കാൻ ട്രംപ് സ്വീകരിക്കുന്ന നയങ്ങളെ അല്ലെങ്കിൽ ഈ നീക്കങ്ങളെ ഒറ്റക്കെട്ടായി തന്നെ ചെറുക്കും. അതിനൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നതാണ് ഇപ്പോൾ പുടിൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ, ചൈന, റഷ്യ ഈ 3 രാജ്യങ്ങൾ തമ്മിൽ ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നതും. ആയതിനാൽ തന്നെ അമേരിക്കയുടെ സാമ്പത്തിക പതനം ഒട്ടും വൈകാതെ തന്നെ ഉണ്ടാകുമെന്നും വിലയിരുത്തപ്പെടുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ സമ്പന്നമായ രാജ്യത്തെ എങ്ങനെ തകർക്കാൻ സാധിക്കുമെന്ന ചോദ്യങ്ങളാണ് പല കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ അതിനുള്ള വ്യക്തമായ ഉത്തരമാണ് ഇപ്പോൾ ത്രിമൂർത്തികൾ തമ്മിൽ ഒന്നിച്ചു ചേരലും ഈ നടപടി സ്വീകരിക്കലും അതിലൂടെ വ്യക്തമാക്കുന്നത്. ബ്രിക്സ് രാജ്യങ്ങൾക്ക് മേൽ 10% അധിക തീരുവ ചുമത്താനുള്ള നീക്കത്തിനെതിരെ ശക്തമായ ഭാഷയിൽ ആഞ്ഞടിച്ചുകൊണ്ടാണ് പുടിൻ സംസാരിക്കുന്നത്. ഷാങ്ഹായ് സഹകരണ ഓർഗനൈസേഷന്റെ ഉച്ചകോടിക്കായി ചൈനയിലെ ടിയാജിനിൽ എത്തിയ പുടിനാകട്ടെ ഒരു ചൈനീസ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു US-നെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരണം അറിയിച്ചത്. ബ്രിക്സ് രാജ്യങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് തടയിടാനുള്ള നീക്കങ്ങളെ ഒറ്റക്കെട്ടായി തന്നെ ചെറുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അകാരണമായി തന്നെ ഉപരോധങ്ങളും തീരുവകളും ചുമത്തുന്നതിനെതിരെ തന്നെ ബ്രിക്സ് പൊതു നിലപാടെടുക്കുകയും ഒറ്റയ്ക്ക് ലോകശക്തിയായി മാറണമെന്ന് US-ന്റെ ശ്രമം, എന്നാൽ എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെ തന്നെ കരുത്തും സ്വാധീനവും ഉറപ്പാക്കുക എന്നതാണ് ബ്രിക്സിന്റെ ദൗത്യമെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നീ സ്ഥാപക അംഗങ്ങളായുള്ള ബ്രിക്സിൽ സൗദി അറേബ്യ, UAE, ഇറാൻ, എത്യോപ്യ, അതുപോലെ ഈജിപ്ത്, അർജന്റീന എന്നിവയും തന്നെ അംഗങ്ങളായി തന്നെ പ്രവർത്തിക്കുന്നു. ഷാങ്ഹായ് സഹകരണ ഓർഗനൈസേഷനും ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. 2001 രൂപീകരിച്ച SCOയിൽ ചൈന, റഷ്യ, അതുപോലെ കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ, അതുപോലെ ഉസ്ബെക്കിസ്ഥാൻ എന്നിവയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. 2017 ഇന്ത്യയും അംഗമാവുകയും ഇന്ത്യക്കും ചൈനയ്ക്കും റഷ്യയ്ക്കുമെതിരെ കനത്ത തീരുവകൾ ഉൾപ്പെടെയുള്ള നടപടികളുമായി ട്രംപ് മുന്നോട്ട് പോകുമ്പോഴായിരുന്നു ഈ 3 രാജ്യങ്ങളുടെയും നേതാക്കൾ ഒരേ വേദിയിൽ തന്നെ ഒറ്റക്കെട്ടായി ഒന്നിക്കുന്ന കാഴ്ച ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇതാകട്ടെ ഇപ്പോൾ ലോക ജനശ്രദ്ധ ഇപ്പോൾ കീഴടക്കിയിരിക്കുകയാണ്. ട്രംപിന്റെ കടുത്ത ടാരിഫ് നയങ്ങൾ ഇന്ത്യയും ചൈനയും കൂടുതൽ അടുപ്പിക്കുകയാണ് എന്ന വിലയിരുത്തൽ ശക്തമായി കഴിഞ്ഞിരിക്കുകയും ചെയ്യുന്നു. ഇന്ത്യ, ചൈന, റഷ്യ കൂട്ടായ്മയും ബ്രിക്സും കൂടുതൽ കരുത്താർജിക്കുന്നത് ട്രംപിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തെ വളരെയധികം അലോസരപ്പെടുത്തുകയും ചെയ്യുന്നതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ലോക GDPയും വ്യാപാരത്തിന്റെയും മുഖ്യ പങ്കുവഹിക്കുന്ന രാജ്യങ്ങളാണ് ബ്രിക്സിലുള്ളത്. അതുപോലെ തന്നെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തിയ മോദി ആകട്ടെ വൈകാതെ പുടിനുമായും ചർച്ച നടത്തുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യൻ എണ്ണ ഇറക്കുമതി വിഷയത്തിൽ ഇന്ത്യക്കെതിരെ ട്രംപ് നിലപാട് കടുപ്പിക്കുന്നതിനിടയിലാണ് മോദി പുടിൻ കൂടിക്കാഴ്ച ഉണ്ടായിരിക്കുന്നതും. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുമെന്ന സൂചനയും ഇതിനിടെ ഇന്ത്യ നൽകുകയും ചെയ്തു. മോദിയുമായി യുക്രൈൻ നേതാവ് സെലൻസ്കി കഴിഞ്ഞ ദിവസം സംസാരിക്കുകയും അതിർത്തി തർക്കങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യയും ചൈനയും വീണ്ടും സാമ്പത്തിക രംഗത്ത് കൈകോർക്കാനുള്ള നീക്കങ്ങളും ഇതിൽ ഈ ഒരു വേദിയിൽ സംസാരിക്കുകയും ചെയ്തു എന്ന വിലയിരുത്തലുകൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇന്ത്യയും ചൈനയും പരസ്പരം വിശ്വാസത്തോടെയും ബഹുമാനത്തോടെയും സഹകരിച്ച് മുന്നോട്ട് പോകുമെന്നും ചൈനയിലെത്തിയ മോദി പറഞ്ഞതായും അത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇന്ത്യയിലേക്ക് വീണ്ടും ചൈനീസ് നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുമെന്നതാണ് ഈ ചർച്ചയിലൂടെ തന്നെ ഇപ്പോൾ സൂചനകൾ പുറത്തുവരുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.